നമ്മൾ അടുത്ത് പോകുന്നത് ഒരു ബീച്ചിലോട്ടാണ്. ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ആ ബീച്ചിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ലെമൂർ ബീച്ച് എന്നാണ് ആ ബീച്ചിന്റെ പേരെന്ന് പറയുന്നത്. ബലൂണൊക്കെ കിട്ടിയിട്ടുണ്ട് ഹേനു ബേബിക്ക്. അപ്പം ഹേനു ബേബി അടുത്ത് ബീച്ചിൽ പോകാനുള്ള റെഡി ആയിരിക്കണം അല്ലേ? യെസ്. മാപ്പ് നോക്കിയാണ് നമ്മൾ പോയതെങ്കിലും കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു ബീച്ചിലെത്താനായിട്ട്. കാരണം കുറേ കുഞ്ഞു വഴികളായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് മാപ്പിൽ. അപ്പൊ അതനുസരിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന്. ഞങ്ങളും ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ വഴിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു. എവിടെ ചെന്ന് എത്തുമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങളും പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എത്തുകയും ചെയ്തു. ബ്ലോക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല, തിരക്കൊന്നും ഇല്ലാത്ത ഒരു റോഡായതുകൊണ്ട് പെട്ടെന്ന് എത്തി. പിന്നെ കാർ പാർക്ക് ചെയ്യാനുള്ള പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാറൊക്കെ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. യാത്ര ഭയങ്കര ദുർഘടമായിരുന്നെങ്കിലും കാഴ്ചകൾ ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഒരു ഹരിതാപം പച്ചപ്പ് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ആംബിയൻസ് ആയിരുന്നു ഫുള്ള്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ബീച്ചിലെത്തുന്നതിന് മുന്നായിട്ട് കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട്. നടന്നിട്ടും എത്തുന്നില്ലല്ലോ എന്നായിരുന്നു ഹേനുവിന്റെ ചോദ്യം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ലൊരു പച്ചപ്പും ഹരിതാപവും എന്താ പറയാ, നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ്. ഈ പോകുന്ന വഴികളിലും അതുപോലെ തന്നെയാണ് വെള്ളവും കുളവും പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് അങ്ങനെയൊക്കെ വലിയ സംഭവമായിരുന്നു. കുറച്ച് നടന്ന് തളർന്ന് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആ ബീച്ചിന്റെ സൈഡ് ഗേറ്റ് വഴിയായിരുന്നു അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല ശാന്തമായിട്ടുള്ള ഒരു ബീച്ച് കേട്ടോ. മെയിൻ ആയിട്ട് അവിടെ എടുത്തു പറയേണ്ടത് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. നല്ല അടിപൊളി കാറ്റൊക്കെ കൊണ്ട് നമ്മൾ നല്ല നല്ല ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ബീച്ചായിരുന്നു. കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ആദ്യം പോയ സ്ഥലത്ത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു കടൽ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം കുറച്ച് അപ്പുറത്തോട്ട് നമ്മൾ മാറിയിരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കടല് ശോഭിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ ആരെയും ഇറക്കുന്നുണ്ടായിരുന്നില്ല കടലിലോട്ട്. അപ്പം എല്ലാവരും കരയിൽ തന്നെ നിന്ന് ആസ്വദിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പിന്നെ കുറച്ച് മാറിയിട്ടൊരു മരത്തിന്റെ തണലിൽ പോയിരുന്നു. അവിടെ ഇരുന്നപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇരുന്നപ്പോഴാണ് ഈ ഷെല്ല് കിടക്കുന്നത് കണ്ടത് കേട്ടോ. ഞാനും ഹേനു ബേബിയും കൂടെ കുറേ ഷെല്ലും കാര്യങ്ങളൊക്കെ പറക്കിയെടുത്തു. നമ്മൾ ഇരിക്കുന്ന ഭാഗത്തുള്ള കടൽ വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. സത്യം പറയാലോ, നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളി വ്യൂ ആണ്. കുറച്ച് തണലുള്ള ഒരു ഭാഗത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട്. അപ്പൊ പറ്റുന്നുള്ളവർ ഈ ബീച്ച് ഒന്ന് വിസിറ്റ് ചെയ്യാം, നല്ല അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.